കെ വിജയൻ, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലേക്കുള്ള സഹകരണം, കൃഷി, വനം, വ്യവസായങ്ങൾ, തുറമുഖങ്ങൾ എന്നീ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുന്നു. സർ, നിക്ഷേപ സംഗമത്തിൽ കേരളത്തിൽ 1,50,00,000 കോടി നിക്ഷേപം വരുന്നു. ദേശീയപാത 2025 പൂർത്തിയാക്കുന്നു. ഒപ്പം ജലപാതയും തീരദേശപാതയും പൂർത്തിയാക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. അതോടൊപ്പം 2025 നവംബർ 1 അതിദരിദ്ര കുടുംബമില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണ്. അതായത് അത് ദരിദ്രരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടൊപ്പം എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, യാത്രാ സൗകര്യം, കൃഷി, സാമൂഹ്യ സുരക്ഷ എല്ലാം ഉറപ്പുവരുത്തിയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഇതൊരു ലോക മാതൃകയാണ് സർ. കേരള സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സാണ് സഹകരണം. നമ്മുടെ തന്നെ അനുഭവത്തിൽ പ്രളയവും കോവിഡും നോട്ട് നിരോധനവുമൊക്കെ വന്നപ്പോൾ നമ്മോടൊപ്പം ഉണ്ടായത് ഒരു ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ സഹകരണ മേഖലയാണ്. സഹകരണ മേഖലയിലുള്ള സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നൂതന മാതൃകകൾ അതിനായി സൃഷ്ടിക്കുന്നു. സഹകരണ സംഘങ്ങളുടെ പുനരുദ്ധാരണ നിധി പദ്ധതി വരുന്നു. സ്നേഹതീരം, സഹായഹസ്തം പദ്ധതി, നൈപുണ്യ വായ്പാ പദ്ധതി, സൗരജ്യോതി പദ്ധതി, ശുചിത്വ സഹകരണ പദ്ധതി, അതോടൊപ്പം വനിതാ സഹകരണ സംഘങ്ങളെ ഉൽപ്പാദന യൂണിറ്റുകളുടെ ചേർക്കുന്നു. സഹകരണ മേഖലയിൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുന്നു എന്നുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. സഹകരണ സ്ഥാപനങ്ങളിൽ സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്ന പദ്ധതി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾക്കും നീതി സ്റ്റോറുകൾക്കും സഹായം. പ്രാഥമിക ഭവന നിർമ്മാണ സഹകരണ സംഘങ്ങൾക്ക് ഓഹരി മൂലധനം, ഒറ്റത്തവണ തീർപ്പാക്കലൂടെയുള്ള സഹായങ്ങൾ തുടരുന്നു. അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ രംഗത്ത് നടക്കുന്നത്. സർ, കാർഷിക മേഖല നമ്മുടെ ജനജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ്. 2026 ലക്ഷ്യമാക്കി ഹ്രസ്വകാല വിഷൻ 2026-ഉം 2033 ലക്ഷ്യമാക്കി ദീർഘകാല വിഷൻ 2033 ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ തയ്യാറാക്കി നടപ്പിലാക്കി വരികയാണ്. കാർഷിക മേഖലയിൽ ജനകീയ പങ്കാളിത്തം, ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി നടപ്പിലാക്കി ഉൽപ്പാദന സേവന മേഖലകളിലായി 23,245 കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞു. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. സർ, 72 കോടി രൂപ മുതൽ മുടക്കി പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആനയറയിൽ ആരംഭിച്ചു. കൃഷി സമൃദ്ധി പദ്ധതിയുടെ ആദ്യഘട്ടം 107 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ചു. 2026 കൃഷി സമൃദ്ധി പ്രഖ്യാപിച്ച് 500 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്തി. കാർഷിക മേഖലയിൽ 3 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 2 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. അടുത്ത 1 വർഷം കൊണ്ട് 1 ലക്ഷം തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. എല്ലാ കൃഷിഭവനുകളെയും ഘട്ടം ഘട്ടമായി സ്മാർട്ടാക്കുന്നു. 56 സ്മാർട്ട് കൃഷിഭവനുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അടുത്ത സാമ്പത്തിക വർഷം 100 സ്മാർട്ട് കൃഷിഭവനുകൾ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. പോഷകസമൃദ്ധമായ ഭക്ഷണം ജനങ്ങളിൽ എത്തിക്കുവാനുള്ള ശ്രമം നടക്കുകയാണ്. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ സാഹചര്യത്തിൽ തീർച്ചയായും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിലേക്കാണ് നീങ്ങുന്നത്. അതിനൊരു മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. 2026 സംസ്ഥാനത്ത് മുഴുവൻ വ്യാപിപ്പിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനത്തെ നീക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലവും പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതിന് പരിഹാരമായി കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ 50% കേന്ദ്രാവിഷ്കൃത പദ്ധതിയോടുകൂടി ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള പദ്ധതി നടപ്പിലാക്കുന്നു. അതോടൊപ്പം സർ, കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തേണ്ടതുണ്ട്. മുഴുവൻ കൃഷിക്കാരുടെയും ആവശ്യമാണത്. കേരഗ്രാമ പദ്ധതി വളരെ സജീവമായി നടപ്പിലാക്കുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ മുമ്പത്തെ വർഷത്തെയും അതിരൂക്ഷമായ വരൾച്ചയുടെ ഭാഗമായി നാളികേരോൽപാദനം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. തേങ്ങയ്ക്ക് വിലയുണ്ട്, തേങ്ങ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിന്
നമ്മൾ തുള്ളിനന പദ്ധതി വ്യാപകമായി കൊണ്ടുപോയില്ലെങ്കിൽ കേരളത്തിലെ കേര കൃഷി വലിയ പ്രതിസന്ധിയിലേക്ക് വരും. അതിനെ സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കണം. വ്യവസായ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്, എല്ലാവരും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ചരിത്രത്തിലാദ്യമായി ദേശീയതലത്തിൽ കേരളത്തിന് അംഗീകാരം ലഭിക്കുന്ന സാഹചര്യം ഉയർന്നു വന്നു. സംരംഭ വർഷ പദ്ധതി ദേശീയതലത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായി SME മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസായി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു. വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ അടിസ്ഥാനത്തിൽ 15ാം സ്ഥാനം നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം 1ാം സ്ഥാനവും ഇതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. 20-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത KPPL കേരളത്തിൻ്റെ അഭിമാനമായി മാറി. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളുടെ ഹബ്ബായി കേരളത്തെ മാറ്റുന്നതിനും 1050 കോടിയുടെ റബ്ബർ ലിമിറ്റഡ് എന്ന പുതിയ സ്ഥാപനം ആരംഭിക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷവും അഭിമാനാർഹവുമായ കാര്യമാണ്. ഇൻവെസ്റ്റേഴ്സ് കേരള ഗ്ലോബൽ മീറ്റ് 2025 ഫെബ്രുവരി 21, 22 തീയതികൾ കൊച്ചിയിൽ നടന്നപ്പോൾ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. ഒട്ടേറെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് നിക്ഷേപകർ ഇവിടെ വരികയും വന്നു. ഇന്ത്യയിലും കേരളത്തിലുമുള്ള ഒട്ടേറെ സംരംഭകരും ആ രംഗത്തെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. കേരളത്തിൻ്റെ പശ്ചാത്തല മേഖലയുടെ വികസനം, അതോടനുബന്ധിച്ച് മൊത്തം കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് വ്യവസായികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉയർന്നു വന്നിട്ടുള്ളത്. MSME യൂണിറ്റുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ലക്ഷ്യം വെച്ചതിനപ്പുറത്ത് 3,40,605 യൂണിറ്റുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ ആരംഭിക്കുക കുറച്ച് പൂട്ടിപ്പോകും. പക്ഷെ ഒരു കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പൂട്ടിക്കിടക്കുന്ന 2-3 വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അതെങ്ങനെ നമുക്ക് റീഓപ്പൺ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണം. 1957 ഗവൺമെൻറ് ആരംഭിച്ചതാണ് മാവൂർ ബോഡി അയൺസ്. അത് പൂട്ടിക്കിടക്കുകയാണ്. അവിടെ ഭൂമി തരിശായി കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കുന്നത്തറ ടെക്സ്റ്റൈൽസ് പൂട്ടിക്കിടക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഈ നിയമസഭ യുനാനിമസായി പാസ്സാക്കിയതാണ് കോംട്രസ്റ്റ് ഏറ്റെടുക്കുന്ന ബില്ല്. കോംട്രസ്റ്റ് അതിൻ്റെ പ്രവർത്തനത്തെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. അത് കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു ചരിത്ര സ്മാരകം എന്ന് നിൽക്കുന്ന സ്ഥാപനമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ളതാണ്. കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സമാരാധ്യന നേതാവ് കൃഷ്ണപിള്ളയുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നു. അത് മാനാഞ്ചിറയോട് ചേർന്ന് നിൽക്കുന്ന ഏറെ മനോഹരമായൊരു സ്ഥലം. അത് നമുക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാവണം. പിന്നെ വനവുമായി ബന്ധപ്പെട്ടതാണ്. സാർ ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുകയുണ്ടായി. ബഫർ സോൺ തീർച്ചയായും അത് സന്തോഷകരമാണ്. ജനങ്ങളത് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ വന്യജീവി ആക്രമണത്തിൻ്റെ ഭാഗമായി കാട്ടിനകത്ത് നമുക്ക് വെള്ളം സംഭരിക്കാനുള്ള സംവിധാനം ഒരുക്കണം. ഫലവൃക്ഷങ്ങൾ അതിലുണ്ടാവണം. അതിനു വേണ്ടുന്ന തീറ്റ ഉണ്ടാവണം. ആ സംവിധാനങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ സൂചിപ്പിക്കാനുള്ളത് തുറമുഖവുമായി ബന്ധപ്പെട്ടാണ്. ഒട്ടേറെ ചർച്ചകൾ ഈ സഭയ്ക്കകത്ത് നടന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കേരള സമ്പദ്ഘടനയുടെ ഉയർച്ചയ്ക്ക് ഉണർവിനും ശക്തി വേഗം പകരുന്നതായിരിക്കും ഇത്. വ്യവസായം, കൃഷി, നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ എല്ലാം ആക്കം കൂട്ടുന്ന പുതിയൊരു മേഖലയായി ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും. പൊതുവായി കേരളത്തിൻ്റെ വികസനത്തിന് അത് ശക്തി പകരുന്നതായിരിക്കും ഈ വിഴിഞ്ഞം. അതിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ കണിശമായ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നത് സന്തോഷകരമാണ്. പൊതുവായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടിരുന്നു പുതിയ നവകേരള സൃഷ്ടിക്കൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പാസ്സാക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാനതിന് പിന്താങ്ങും.